ഇന്ന് ദ്വിതീയ ബഹുവചനത്തിലെ വാക്യങ്ങളാണ്. അതായത് ദ്വിതീയയുടെ മീനിങ്, അതിൻ്റെ പ്രത്യേകം തന്നെ എന്താണ്? എ അല്ലെങ്കിൽ അതിനെ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. തേ തത്ര വാനരാൻ പശ്യന്തി. തേ അവർ, തത്ര അവിടെ, വാനരാൻ വാനര ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചനമാണ്. വാനരം, വാനരവും, വാനരാൻ എന്നാണ് ദ്വിതീയയിൽ വരുന്നത്. വാനരാൻ എന്ന് പറഞ്ഞാൽ, വാനരം എന്ന് പറഞ്ഞാൽ, വാനരഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരങ്ങനാണ്. അപ്പോൾ കുരങ്ങന്മാരെ എന്നുള്ള, കുരങ്ങുകളെ അല്ലെങ്കിൽ കുരങ്ങന്മാരെ. തേ തത്ര അവർ അവിടെ, കുരങ്ങുകളെ, പശ്യന്തി കാണുന്നു അല്ലെങ്കിൽ നോക്കുന്നു എന്നൊക്കെ വരാം, കുരങ്ങുകളെ. അടുത്ത തേ ഗുരൂൻ നമന്തി. അവിടെ അതുപോലെ തേ അവർ, ഗുരൂൻ, ഗുരൂൻ, ഗുരു ശബ്ദം ഉകാരാന്തമാണ്, പുല്ലിംഗമാണ്. ഗുരുഹു, ഗുരു, ഗുരവഹ പ്രഥമ. ദ്വിതീയ വന്നപ്പോൾ ഗുരും, ഗുരു, ഗുരൂൻ. അപ്പം ഗുരുക്കന്മാരെ. നമന്തി, നമന്തി അവിടെ ബഹുവചനമാണ്, കാരണം ഇവിടെ ഇത് തേ ബഹുവചനമാണ്, അതുകൊണ്ട് ഇതും ബഹുവചനം. തേ ഗുരു നമന്തി അവർ ഗുരുക്കന്മാരെ നമിക്കുന്നു, തൊഴുന്നു എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ശ്രീരാമ സജ്ജനാൻ അരക്ഷത്. ശ്രീരാമ, ശ്രീരാമൻ, ശ്രീരാമൻ തന്നെ. സജ്ജനാൻ സജ്ജനങ്ങളെ, അതും സജ്ജനാൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനം. സജ്ജനങ്ങളെ അരക്ഷത്ത്. ശ്രീരാമൻ സജ്ജനങ്ങളെ അരക്ഷത്. അരക്ഷത്ത് എന്ന് പറയുന്നത് ഭൂതകാലമാണ്, ലങ്ങാണ്, രക്ഷുധാതുവിൻ്റെ പ്രഥമ പുരുഷ ഏകവചനമാണ്. എന്തുകൊണ്ട്? ശ്രീരാമൻ സിംഗുലർ ഏകവചനമായതുകൊണ്ട് അരക്ഷത്, രക്ഷിച്ചു, പാസ്റ്റ് ടെൻസ്. തേ മാതൃഹ് പിതൃഞ്ച നമന്തി. തേ അവർ, മാതൃഹ് അതേതാ? ഋകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് മാതൃ ശബ്ദം. മാതാ, മാതരവ്, മാതരഹ പ്രഥമ. ദ്വിതീയ മാതരം, മാതരവ്, മാതൃഹ്. മാതൃഹ് മാതാക്കന്മാരെയും, പിതൃൻ അത് പിതൃശബ്ദമാണ്, അത് പുല്ലിംഗമാണ്. പിതാ, പിതരവ്, പിതരഹ ഏകവചനം. ദ്വിവചനം ദ്വിതീയ വന്നപ്പോൾ പിതരം, പിതരവ്, പിതൃൻ എന്നാണ്. ഇവിടെ ബഹുവചനം വന്ന മാതൃഹ്, പക്ഷെ ഇവിടെ ഇത് പുല്ലിംഗം വന്നപ്പോൾ പിതൃൻ ച നമന്തി. അവർ മാതാക്കളെയും പിതാക്കളെയും നമന്തി. എന്തുകൊണ്ട് യും വന്നത്? ചാ ഇവിടെ വന്നതുകൊണ്ടാണ്. ചാ എന്നൊരു അവയവമാണ്. അടുത്ത യഥാ വയം ആചാര്യാൻ നമാമഹ തഥാ തേ ആശീർവാദം യച്ഛന്തി. യഥാ വരുമ്പോൾ തഥായും വന്നു. തഥാ ഒരു അവ്യയമാണ്. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ. എപ്പോൾ. തഥാ വരുമ്പോൾ അപ്പോൾ. എപ്പോൾ. വയം നമ്മൾ. അഹം, ആവാം, വയം ഞാൻ, ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ. ആചാര്യാൻ ആചാര്യ ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചനം ആചാര്യാൻ. നമാമഹ നമിക്കുന്നു, നമിക്കുക, തൊഴുക. തഥാ അപ്പോൾ. തേ അവർ. ആശീർവാദം യച്ഛന്തി ആശീർവാദം ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നുള്ള. ആശീർവാദം യച്ഛന്തി നൽകുന്നു. എപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ നമിക്കുന്നു, അപ്പോൾ അവർ ആശീർവാദം നൽകുന്നു. ഇതാണ് ദ്വിതീയ ബഹുവചനത്തിലെ 5 സെൻറ്റൻസ്.